ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഓഡീഷൻ ഘട്ടങ്ങളെല്ലാം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഓഡീഷൻ ഉണ്ടായിരുന്നു. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സൂം ഓഡീഷൻസ് ആണ്. സൂം ഓഡീഷനിൽ കുറേ പേര്, ഒരു 300-ഓളം പേര് തന്നെ വരും. അതിനകത്ത് സൂം ഓഡീഷന് ബിഗ് ബോസ് വിളിച്ചിട്ടുള്ളതും സൂം ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് പേരുടെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആരൊക്കെയാണ് ആ സൂം ഓഡീഷൻ അറ്റൻഡ് ചെയ്തത്, അല്ലെങ്കിൽ ബിഗ് ബോസ് ഇത്തവണ വിളിക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. ഒരു 17 പേരുടെ പേരുകൾ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഘട്ടം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തവര്. നമുക്ക് നോക്കാം അതൊക്കെ ആരാണെന്ന്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ ഇത് പ്രഡിക്ഷൻ ലിസ്റ്റ് അല്ല. പ്രഡിക്ഷൻ ലിസ്റ്റ് ഈസ് എൻ്റെ പ്രഡിക്ഷനാണ്. ഞാൻ അറിഞ്ഞ വിവരവും എൻ്റെ പ്രഡിക്ഷനുമാണ്. പക്ഷേ ഇത് ഓഡീഷൻ അറ്റൻഡ് ചെയ്തവരുടെ വിവരങ്ങളാണ്. ഞാൻ ഈ 17 പേര് പറയുന്നുണ്ട്. ഈ 17 പേരും ബിഗ് ബോസിന്റെ ആദ്യഘട്ട ഓഡീഷൻ ആയിട്ടുള്ള സൂമിനകത്ത് പങ്കെടുത്തിട്ടുള്ളവരാണ് എന്നാണ് അറിയാൻ പറ്റിയത്. അറിഞ്ഞത് അങ്ങനെയാണ്. ഇതിനകത്ത് നമുക്ക് പരിചയമുള്ള കുറച്ച് പേരും ഉണ്ട്, പരിചയം ഇല്ലാത്ത ആൾക്കാരും കുറേ പേരുണ്ട്. എനിക്കും കുറേ പേരെയൊക്കെ ഇപ്പോഴാണ് ഈ ലിസ്റ്റ് ഞാനും അറിഞ്ഞപ്പോഴാണ് അറിയുന്നത്. എന്തായാലും നിങ്ങൾ നോക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടായിരിക്കുമല്ലോ. അപ്പം ഞാൻ പേരുകൾ പറഞ്ഞു തുടങ്ങുകയാണ്. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനിലോട്ട് പോണില്ല. ഞാൻ പടപടാ പറഞ്ഞു പോകണം. കാരണം ഇത് ഓഡീഷൻ അല്ലേ, ഓഡീഷൻ ലിസ്റ്റ് അല്ലേ, ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒത്തിരി പേരുണ്ടാവുമല്ലോ. അതുകൊണ്ട് അതിലോട്ട് ഞാൻ പോകുന്നില്ല, കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ഒന്നാമത്തെ പേര് ഒരു യൂട്യൂബറും കോണ്ടന്റ് ക്രിയേറ്ററുമായിട്ടുള്ള ഒരാളാണ്. ശരത് ടോക്സിലെ ശരത് ജോയ്. ഇതാണ് ആള്. നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ ഒത്തിരി വീഡിയോസൊക്കെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പുള്ളിയുടെ വീഡിയോസൊക്കെ മുന്നേ കണ്ടിട്ടുണ്ട്. എനിക്ക് മുന്നേ തന്നെ ഈ പുള്ളിനെ അറിയാം, വീഡിയോസിലൂടെയൊക്കെ അറിയാം. അപ്പോൾ ഇതാണ് ബിഗ് ബോസിന്റെ ഓഡീഷൻ അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അറിയുന്നത്. ഇവർ ചിലപ്പോൾ സെലക്ട് ആവാം, ചിലപ്പോൾ റിജക്റ്റ് ആവാം കേട്ടോ. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ സെലക്ട് ആയി മുന്നോട്ട് പോയിട്ട് ഫൈനൽ ആവാം, ചിലപ്പോൾ റിജക്റ്റ് ആയി പോകും. അവർക്ക് വിളിക്കണ്ട, അല്ലെങ്കിൽ ഇവർ പെർഫോമൻസ് കൊള്ളില്ല എന്ന് കഴിഞ്ഞാൽ വിളിക്കത്തില്ല. അങ്ങനത്തെ ആൾക്കാരായിരിക്കും. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അടുത്ത രണ്ടാമത്തെ പേര് ഞാൻ പറയുന്നത് ഒരു ഡയറക്ടറിന്റെ പേരാണ്, ഒരു ഫിലിം ഡയറക്ടറിന്റെ പേരാണ്, റിയാസ് മുഹമ്മദ്. ഇതാണ് ആള്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? റിയാസ് മുഹമ്മദ്. ഓക്കെ. അടുത്ത മൂന്നാമത്തെ പേര് ഞാൻ പറയുന്നത് ഓൾറെഡി എൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റിലും ഞാൻ മുന്നേ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു പേര് തന്നെയാണ്. ബിഗ് ബോസ് എന്തായാലും ഇത്തവണയും നമ്മുടെ പ്രഡിക്ഷനിൽ നിന്നും ആളുകളെ വിളിച്ചിട്ടുണ്ട്. സന്തോഷം. അങ്ങനെ ഒരാളാണ് നമ്മുടെ പ്രഡിക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പേര്. കേരളയിലെ ഫസ്റ്റ് എക്കോ ഫ്രണ്ട്ലി ബ്രാൻഡിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ആകാശ് അഖിലേഷ്. ഇതാണ് ആള്, ആകാശ് അഖിലേഷ്. നമ്മുടെ പ്രഡിക്ഷനിൽ നിന്നും വിളിച്ചിട്ടുള്ളതാണ് കേട്ടോ. സന്തോഷം. അടുത്ത നാലാമത്തത് അങ്ങനെ ഒന്നും ഇപ്പം ഈ വർഷം കേട്ടിട്ടില്ല പേര്. അധികം ആരും പറഞ്ഞൊന്നും, അധികം ആരെന്നല്ല, ഇത്തവണ ആരും അങ്ങനെ ഇട്ട് ഞാൻ കണ്ടില്ല. പുതിയ ഒരു പേരാണ്. ആക്ടർ ആയിട്ടുള്ള ഡിനോയ് പൗലോസ്. നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതാണ് ഡിനോയ് പൗലോസ്. അറിയാമല്ലോ, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമില്ല. ആക്ടറാണ് ഡിനോയ്. അപ്പോൾ ഡിനോയും നമ്മുടെ സൂം മീറ്റിംഗ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു എന്നാണ് അറിയാൻ പറ്റുന്നത്. അഞ്ചാമത്തതും നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞ പേര് തന്നെയാണ്. സന്തോഷം. മറ്റാരുമല്ല, ആക്ട്രസ് ആയിട്ടുള്ള അനുമോളും ഫസ്റ്റ് ലെവൽ ഇന്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അനുമോളൊക്കെ ഫൈനലാവണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. കുറേ നാളായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അടുത്ത ആറാമത്തെ പേര് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പേര് തന്നെയാണ്. പ്രഡിക്ഷൻ ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു വിളിക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്ന പേരാണ്. അപ്പോൾ വിളിച്ചിട്ടുണ്ട്. യൂട്യൂബർ ആയിട്ടുള്ള റംന. ഇതാണ് ആള്, യൂട്യൂബർ റംന. അപ്പം ഈ പുള്ളിക്കാരിയുടെ ഇന്റർവ്യൂ കഴിഞ്ഞു എന്നാണ് അറിയുന്നത്, ഫസ്റ്റ് ഘട്ടം. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്ന പേര്, കഴിഞ്ഞ വർഷം ഞാൻ ഈ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അതിന് മുന്നേ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത്, അതിന് മുന്നേ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഫൈനൽ സ്റ്റേജിലേക്ക് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഇത്തവണയെങ്കിലും എത്തട്ടെ. ആക്ടർ ആയിട്ടുള്ള ക്രിസ്റ്റി സെബാസ്റ്റ്യൻ. ഇതാണ് ആള്. ക്രിസ്റ്റി സെബാസ്റ്റ്യൻ്റെയും ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. നമുക്കൊന്ന് നോക്കാം. അടുത്ത് എട്ടാമത്തെ പേര് ഞാൻ പറയുന്നത് അതും മറ്റൊരു ആക്ടർ തന്നെയാണ്. നമ്മുടെ കായ്പോള മൂവിയിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു നമ്മുടെ ട്രെയിലർ പ്രഡിക്ഷൻ ഇട്ടില്ലേ, അതിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേര് വൈശാഖ് സുൻസി. ഇതാണ് ആള്, വൈശാഖ് സെൻസി. ഇതാണ് ആള്. നോക്ക്, അറിയാവോ? അടുത്ത് ഈ പുള്ളിയുടെ ഇന്റർവ്യൂ കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. അടുത്ത 9ാമത്തെ പേര് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പേര് തന്നെയാണ്. അതിൽ നിന്നും വിളിച്ചിട്ടുണ്ട്. ഇത്തവണയും കളറി ട്രെയിനർ ആയിട്ടുള്ള ആതിര. കഴിഞ്ഞ വർഷവും ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഈ വർഷവും വിളിച്ചിട്ടുണ്ട്. സന്തോഷം. അടുത്ത 10ാമത്തെ പേര് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പേര്, സെയിം പേര് തന്നെയാണ്. ഏതാണ്ട് എന്താ പറയുക, നമുക്ക് ഉറപ്പിക്കാനുള്ള ലെവലിലേക്ക് എത്തിയിട്ടില്ല, എന്നാലും ഓക്കെ എന്ന് പറയാൻ പറ്റുന്ന ഒരു പേരാണ്. കോണ്ടന്റ് ക്രിയേറ്ററും യൂട്യൂബറും ആയിട്ടുള്ള
ബബിത ബബി, ഇതാണ് ആള്, ബബിത ബബി. ബബിത ബബിയുടെ ഫസ്റ്റ് ഇന്റർവ്യൂ കംപ്ലീറ്റഡ് ആയി എന്നാണ് അറിയാൻ പറ്റുന്നത്. അടുത്ത് 11ാമത്തെ പേര് ഞാൻ പറയുന്നത് ഇന്റർവ്യൂവർ ആയിട്ടുള്ള നമ്മുടെ രോഹൻ ലോണ. കണ്ടല്ലോ, രോഹൻ ലോണയുടെ ഫസ്റ്റ് ഇന്റർവ്യൂ കംപ്ലീറ്റഡ് ആയി എന്നാണ് അറിയാൻ പറ്റുന്നത്. അടുത്ത 12ാമതായിട്ട് ഞാൻ പറയുന്നത്, ഇത് നമ്മൾ 2-3 വീഡിയോസിന് മുന്നേ റിപ്പീറ്റ് ചെയ്ത പേരാണ്. ഒരു ആക്ടറാണ്, പേര് നാഷിദ് നൗഷാദ്. ഇതാണ് ആള്, ആക്ടർ നാഷിദ് നൗഷാദ്. നമ്മൾ മുമ്പ് വീഡിയോസിലൊക്കെ പറയുന്നുണ്ട്, ഒരു വൈറൽ കിസ്സിങ് ആ സാധനത്തിൻ്റെ ഒക്കെ ആളാണ്. പിന്നെ നമ്മുടെ മന്ദാകിനി അതിലൊക്കെ ഉണ്ട്. പുള്ളിയുടെ ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. അടുത്ത 13ാമത്തെ പേര് എനിക്ക് തോന്നുന്നു 3-4 വീഡിയോസിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പേരിനെ കുറിച്ച് അറിഞ്ഞിട്ട് കൂടിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഈ പേരിൻ്റെ ഒരു വിവരം അറിഞ്ഞത്. അതും നമ്മുടെ പ്രഡിക്ഷനാണ് കേട്ടോ. പ്രഡിക്ഷൻ അല്ല, എക്സ്പെക്ടേഷനിൽ ഞാൻ പറഞ്ഞ പേരാണ്. കുറേ നാൾക്ക് മുന്നേ എക്സ്പെക്ടേഷൻ ഇവരൊക്കെ വന്നാൽ കൊള്ളാമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞൊരു പേരാണ്. ഓണ്ടർപ്രണറും ആക്ടറും ആയിട്ടുള്ള അരുൺ നായർ. ഇതാണ് ആള്. അപ്പോൾ അരുൺ നായറിനെ ഫസ്റ്റ് ഇന്റർവ്യൂ കംപ്ലീറ്റഡ് ആയി എന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്. നോക്കാം. അടുത്ത 14ാമത്തെ പേരായിട്ട് ഞാൻ പറയുന്നത് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ള പേര് തന്നെയാണ് കേട്ടോ, മാറ്റമൊന്നുമില്ല. ആക്ട്രസ് ആയിട്ടുള്ള നമ്മുടെ കൊല്ലം സുധിയുടെ വൈഫ് രേണു സുധി. രേണു സുധിയെ ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞതായിട്ടാണ് അറിയുന്നത്. ഈ പറയുന്ന രേണു സുധി അനുമോളൊക്കെ ഫ്രണ്ട്സ് ആണല്ലോ. അപ്പോൾ ഇവരൊക്കെ ഒരുമിച്ച് വന്നാൽ എങ്ങനെയാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. അടുത്ത് 15ാമത്തെ പേര്, അത് മുന്നേ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞ പേര് തന്നെയാണ്, അതും സെയിം പേര് തന്നെയാണ്. അതിൽ നിന്ന് വിളിച്ചു, ഭയങ്കര സന്തോഷം. ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദില ആൻഡ് നൂറ. ഇതാണ് ആള്, ആദില നസ്രനും ഫാത്തിമ നൂറിനും. ഓക്കെ. അടുത്ത് 16ാമത്തെ പേരായിട്ട് ഞാൻ പറയുന്നത് ഒരു ആക്ട്രസ് ആണ്. ഇതുവരെ ഒരിടത്തും നിങ്ങൾ ഈ പേര് കേട്ടിട്ടുണ്ടാവില്ല, കാരണം ഇപ്പോഴാണ് ഈ പേര് ഞാൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കും, ആരെല്ലാം എന്തെല്ലാം വീഡിയോ ഇട്ടുണ്ടോ അതെല്ലാം ഞാൻ കാണും ഏതാണ്ടിരുന്നു. അപ്പം ആക്ട്രസ് ആയിട്ടുള്ള വാസ്തവിക അയ്യർ, ഇപ്പോഴാണ് ആ പേര് ഞാൻ പറഞ്ഞത്. ഇതാണ് ആളെ, നിങ്ങൾക്ക് അറിയാം, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ല. വാസ്തവിക അയ്യർ അത്ര എനിക്കും അറിയാവും. അടുത്ത 17ാമത്തെ പേര് ഞാൻ മുന്നേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള പേര് തന്നെയാണ്, ഫിറ്റ്നസ് ട്രെയിനറാണ് നമ്മുടെ മുബീന. ഇതാണ് ആള്, മുബീന. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പേരാണ്. ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലും കോമൺ ആയിട്ട് കുറച്ച് പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ആ പേരുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചോളൂ, എന്തായാലും ആവശ്യം വരും അങ്ങോട്ടുള്ളതിൽ. നമ്മുടെ പ്രഡിക്ഷനിൽ നിന്നും ഇത്തവണ കുറേ പേര് വിളിച്ചിട്ടുണ്ട് കേട്ടോ, സന്തോഷം. കഴിഞ്ഞ വർഷവും വിളിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ 8 പേരുണ്ടായി. 20 പേരിട്ട ലിസ്റ്റിൽ നിന്നും 8 പേരെ വിളിച്ചിരുന്നു. അതൊക്കെ ലക്കാണ്. നമ്മുടെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ഫേസ്ബുക്കിലൊക്കെ, യൂട്യൂബിലൊക്കെ മാക്സിമം ഒരു 1 lakh വ്യൂ വരെയല്ലേ പോവുള്ളൂ. ഇൻസ്റ്റാഗ്രാമിലും പിന്നെ FBയിലൊക്കെ ആണെങ്കിൽ നല്ല വ്യൂ പെട്ടെന്ന് കയറും. അപ്പോൾ അതിൽ നിന്നും ടീം എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ വീക്ഷിക്കാനായിട്ട് കുറേ പേര് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഇങ്ങനെ വീഡിയോസൊക്കെ വൈറലാകുമ്പോഴത്തേക്ക് അവർ നോക്കും, ഇവരെയൊക്കെ വിളിച്ചാൽ കൊള്ളാമോ എന്നൊക്കെ നോക്കിയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് വിളിക്കും. കഴിഞ്ഞ തവണ ഞാൻ ഇട്ട ഫസ്റ്റ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ, നവംബറിൽ ഇട്ട ഫസ്റ്റ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ 20 പേരുടെ പേരിൽ നിന്ന് 8 പേര് അതിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 3 പേര് സെലക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ആ വീഡിയോ പോയി നോക്കുമ്പോൾ അറിയാൻ പറ്റും. 1 വർഷം മുന്നേ, 1.5 വർഷം മുന്നേ ഇട്ട വീഡിയോ ആണത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, ബിഗ് ബോസിൻ്റെ പുതിയ അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്ഡേറ്റ് ഒന്നും അറിയില്ല, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ആയിട്ടൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇപ്പം ഓഡീഷൻ അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് അറിയുന്ന വിവരം. ചിലപ്പോൾ ഇതിൽ നിന്ന് 1-2 പേരൊക്കെ സെലക്ട് ആവുള്ളൂ, കാരണം 300 പേരോളം നടക്കുന്ന ഒരു ഓഡീഷനാണിത്. മനസ്സിലായില്ലേ? ഒത്തിരി പേര് ഓഡീഷന് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് എത്ര പേര് സെലക്ട് ആവും എന്നുള്ളത് അവർക്ക് തമ്പുരാൻ അറിയാം, നമുക്കറിയത്തില്ല. വല്യണ്ണൻ അറിയാം, ബിഗ് ബോസിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇത് സെലക്ട് ആയിട്ട് ഇനി അടുത്ത് നേരിട്ടുള്ള ഇൻ്റർവ്യൂ കാണും. അതിൽ നിന്ന് സെലക്ട് ആവുന്ന ആൾക്കാർ പിന്നെ ചിലപ്പോൾ ഒന്നും കൂടെ ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂ കാണും, ചിലപ്പോൾ കാണത്തില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് ചിലപ്പോൾ കാരണം 17 പേരുടെ പേരല്ലേ, 300 പേരില്ലേ. അപ്പോൾ ഈ 17 ചിലപ്പോൾ 1-2 മാക്സിമം 1-2 നിങ്ങൾ ഓർത്ത് വെച്ചോ, അത്രയൊക്കെ കാണുള്ളൂ. അഥവാ സെലക്ട് ആവുകയാണെങ്കിൽ ചിലപ്പോൾ ഈ 17 അവർക്ക് ഇഷ്ടപ്പെട്ട് കാണൂല. ചിലപ്പോൾ 17 3-4 ഇഷ്ടപ്പെട്ടിട്ടുള്ളതും ഉണ്ടാവും. ചിലപ്പോൾ 1-2 ഒരെണ്ണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ 17 നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ. ചിലപ്പോൾ അനുമോളോ, ചിലപ്പോൾ ക്രിസ്റ്റിയോ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ രേണു സുധിയോ ഒക്കെ ആയിരിക്കും. കാരണം ഇവർ അനുമോള് അത്ര ഫെയിമാണ്, അപ്പോൾ അവർ അനുമോളെ കൊണ്ടുവരാനേ നോക്കത്തുള്ളൂ. പിന്നെ ക്രിസ്റ്റി 2-3 തവണയായിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ തവണയൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ക്രിസ്റ്റിയും വരാനായിട്ടുള്ളൊരു സ്കോപ്പൊക്കെ ഉണ്ട്. രേണു സുധി പിന്നെ കോൺട്രവേഴ്സ്യൽ താരമായതുകൊണ്ട് കൊണ്ടുവരാം. അതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞത് ഓരോരുത്തരുടെയും കേസിൽ. രോഹൻ ലോണ ചിലപ്പോൾ സെലക്ട് ആവാം, ബബിത, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം, അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ഫാസ്റ്റ് അപ്ഡേറ്റ്സിന് അടുപ്പത്താണ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.